പോരിയുണ്ട്. അതെ, നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതല്ലോ. എന്റെ മകളുടെ ചെക്കൻ വീട് കാണാനാ പോണത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഇട കയറി കളക്കുണന്ന് പറയരുത്. തല ഇരിക്കുമ്പോ വാലാറണ്ട. ഞാൻ മുമ്പിൽ പോകും, അവര് പിന്നാലെ പോന്നാ മതി. ആ അവര് വരുന്നുണ്ടല്ലോ. അസ്സലാമലൈക്കും. പിന്നെ എന്റെ മകൾക്ക് ഇങ്ങനെ തരികയല്ലേ, അപ്പൊ ഈ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടണം. ഇക്ക് ഇഷ്ടപ്പെട്ടാലാണ് ഞാൻ എന്റെ മകളെ നിങ്ങൾക്ക് തരുള്ളൂ. ആ നിങ്ങളോട് ഞാൻ ഇരിക്കേണ്ട പറഞ്ഞ മനസ്സിലായി. ഇരിക്കങ്ങളെ എന്താണോ നിങ്ങളോട് നോക്കി ഇന്നോട് ചോദിക്കാതെ എന്റെ പുതിയാപ്പള ഒന്നും ചെയ്യൂല. ഇന്നെ നല്ല ഇഷ്ടാണ്. ഞങ്ങളെ ഇഷ്ടത്തിലല്ലേ എത്ര കാലം ജീവിച്ച്. ഞങ്ങളുടെ മകളും തരക്കടിക്കുക. അവൾക്ക് നല്ല സ്നേഹിക്കാനും അറിയും. അതല്ലേ വേണ്ടുള്ളൂ. അതാ ഞങ്ങൾക്ക് കുടിക്കാനൊന്നും വേണ്ടക്കൊക്കെ. ഞങ്ങളിപ്പോ കുടുംബത്തിന്ന് ആട് ബിരിയാണി എന്നിട്ടാ വന്നത്. ഇല്ലേ മനസ്സില ഒന്ന് പറയുങ്ങളെ. ഞങ്ങളെ അങ്ങനെയാണ്. എന്നാലും ആയിക്കോട്ടെ. ഞാൻ എന്താ ചോദിക്കുന്നത് അറിയാം, നമ്മളോട് കിണറില്ലേ, ഇവിടെ ടി വി ഉണ്ടാ, വാഷിംഗ് മെഷീൻ ഉണ്ടാ? അൽഹംദുലില്ലാഹ് എല്ലാം ഉണ്ട്. അല്ല എന്റെ കുട്ടീനെ പിടിച്ച് തരുമ്പോഴേ ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണ്ടേ? എന്തായിരിക്കും ഞങ്ങളവിടെ കിണറോ പരിസരത്ത് ഒന്ന് പോയിട്ട് നോക്കിട്ട് വരും. എന്താ നിങ്ങളിങ്ങനെ? അതെ, എവിടെ നിങ്ങളുടെ മകൻ ഒന്ന് വിളിക്കൊന്ന് കാണണ്ടേ? അവനെ കാണാനല്ലേ ഞങ്ങൾ വന്നത്. ആയിക്കോട്ടെ സുൽത്താനെ, മകൻ മകനെ എന്റെ പേരെന്താ? പഠിച്ചിട്ടുണ്ടാ? പിന്നെ ചെക്കനെ കാണാൻ മുസ്തഫായി. ആയിക്കോട്ടെ. എന്താ എന്റെ തൊഴില്? അവനെ നേരം വെളുത്ത് പറമ്പിരിക്കാണ്ട് കൈക്കോട്ടത്താണ് കിടക്കാൻ പോയാല് നല്ല അധ്വാനിയാണ്. വൈകുന്നേരം 6 മണിക്ക് അങ്ങോട്ട് വരുള്ളൂ. അവന്റെ റേഷൻ കണ്ടില്ലേ, നല്ലൊരു ഡ്രസ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എവിടെ എന്നിട്ട് വരികയെ? ചെക്കൻ വന്നിക്കൂണേ, അതൊക്കെ കാണണ്ടേ? ഇതാണേ പുതിയാപ്പള ചെക്കനെ. ഒന്നും നോക്കി ഇഷ്ടായില്ലേ? ഇക്ക് ഇഷ്ടായാലും എന്നാലും നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല. ഞമ്മള് രണ്ടാളുടെ ഇഷ്ടം ഒന്നല്ലേ? എന്നാ മതി കാക്ക. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇവിടെ മകനെ ഇഷ്ടായി. സുൽത്താനോടെ എന്താ കാര്യം? എന്നോട് അവനെ ഫുള്ള് പഠിക്കാൻ പറഞ്ഞു. ഹാഫാ കിട്ടിയുള്ളൂ. വണ്ടിയൊന്നും കിട്ടില്ല, നടന്നിട്ടേ വരുന്നേ. പഠിച്ച തമ്പുരാനെ, ഇതാണ് നിങ്ങളുടെ മകന്റെ വിചാരം. ഭയങ്കര അധ്വാനം നിങ്ങളുടെ മകട്ടോ.